ഇതിന്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. ഞാൻ ഒരു സെൽവ എനിക്കൊരു ഡിന്നറിന് പോകുന്നുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ പുള്ളിയോട് സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാം. അപ്പൊ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നരേറ്റ് ആയിട്ടുള്ള ഒരു 5 മണിക്കൂർ, ഒരു 10 മണിക്കൂർ ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ നരേഷൻ കേൾക്കുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് അങ്ങനെ തമിഴിലാണ് ഇപ്പം ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്ത സിനിമയാണ്. എന്റെ ബ്രദറായ റാണായ ഞാൻ ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയം. ഞങ്ങൾ ഒരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നു ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെന്റ് ആണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ നാളെ കാണിക്കുന്നു. എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. സമുദ്രകനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെന്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഇപ്പോഴത്തെ ത്രോട്ട് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും അത്രയും പ്രോത്സാഹിപ്പിച്ച് വേറെ ഒരു സാധനങ്ങളില്ല. അപ്പൊ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിനുശേഷം എനിക്ക് വേറെ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ കാലത്ത് നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് മനസ്സിൽ. അപ്പൊ എല്ലാവരും ഇത് അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൊണ്ടിരുന്നത് അത്രയും ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു 3 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക് ആണ്. ഇതൊരു സെൽവമണി ഡയറക്ടേഴ്സിന്റെ ഒരു വലിയ ടാലന്റ്. ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്. മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മുമ്പത്തെ പ്രോജക്ട് ഹണ്ട് ഫോർ ഹീറോ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ് ഇത്. അദ്ദേഹത്തിന്റെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസത്തിന്റെ ഷൂട്ടിലും പിന്നെ 10 മാസം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വരെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കണ്ടു. പക്ഷേ every moment, every second we spent on this film has been absolutely worth it. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിവൈസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ചു. ഇപ്പൊ തെലുങ്ക് വലിയ സ്റ്റാറാണ്, നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വേദിയിലും പറയും ആദ്യം കണ്ടുപിടിച്ച ഞങ്ങളാണ്. ഞങ്ങളെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. He's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best script, I would say. Yeah. Okay. I think he has a thing for like the retro period. A retro star.
I mean, Mahanati. ഞാൻ സ്വയം എണ്ണത്തിൽ വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാത്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോ ഞാനിങ്ങനെ മഹാനടി കഴിഞ്ഞൊരു കൊല്ലം ഉണ്ടായിരുന്നു. അപ്പൊ ആരാ എനിക്കൊരു പിക്സ് ടെക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് കഥയൊക്കെ പറഞ്ഞു സാധനം എനിക്ക് അയച്ചത്. ഞാൻ ഇത് വീണ്ടും മഹാനട്ടി ഞാൻ എന്നെ കൊണ്ട് പോയി ഞാനില്ലെങ്കിൽ എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും മെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും പക്ഷെ എന്തായാലും നീ ഒന്ന് കേട്ടു ശരിയാണ്. You also. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയാ സക്സസ്ഫുൾ ലൈക്ക് ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണറാണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ സമയത്ത് ലവ് സ്റ്റോറീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എവിടെയെങ്കിലും നല്ല സിനിമയുണ്ട് നല്ല ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യും. So, ഈ ഒരു ചിത്രം കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഈ 5-6 കൊല്ലം ലോക്കിങ്. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഏത് ജോണറായിരിക്കും ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത്. ഇത് സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളി എഴുതി ഇത് എഴുതി വേറെ എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ പടത്തിൽ ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജോണർ പെൻഡറാണ്. നിങ്ങൾ ചിലപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകൽ. Okay, perfect. That was എനിക്ക് തോന്നിയ ഒരു ക്വസ്റ്റൻ ആണ്. 14th ഇത് റിലീസ് ചെയ്യുമ്പോ ഇതിന്റെ ഒപ്പം ട്രെയിലർ അറ്റാച്ച് ചെയ്യും. താങ്ക് യു. Okay, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സംഭവം എന്താ മൂവി ട്രെയിലർ അറ്റാച്ച് ചെയ്യുന്ന സംഭവം. ഇവിടെ ആർക്കെങ്കിലും ചോദിക്കാണ്ടോ ഡിക്കിനോട് എന്തെങ്കിലും? I am game. മിക്കവാറും ഏപ്രിൽ അടുത്തോടെ I love you so much, DQ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നതാണ്. താങ്ക് യു. ലവ് യു ടു. Anybody else wants to ask a question? Hi. హలో హలో అన్నా బాహుబలి ఎప్పుడన్నా? అది నన్ను కాదన్నా రాజమౌళి గారు అడగాలన్నా. నెక్స్ట్ టైం ఆయన తీసుకొచ్చినప్పుడు అడుగు. ఇప్పుడు నవంబర్ 14 కాంత వస్తుంది చూడండి. చూస్తాం. Any more questions? Joe escape. Hopefully April. Satya chapter full പോയി. Fully it's gone. Anyway, Kanta എന്ന ചിത്രത്തിൽ சார் எப்படி சார் ஸ்கிரிப்ட் செலக்ஷன் எல்லாமே நல்லா இருக்கு உங்களுக்கு? எப்படி? குஞ்சிகா துல்கர் சார் ஸ்கிரிப்ட் செலக்ஷன் அது ஒர்க் ஆகும்போது நல்லா இருக்கும், ஒர்க் ஆகும் நல்லா இருக்கும். ஓகே சார். நான் எப்பெல்லாம் வரிசையா கொஞ்சம் நல்ல சினிமா பண்ணும்போது என் ஸ்கிரிப்ட் செலக்ஷன் ரொம்ப கிரேட். அதே ஒரே ஒரு படம் கொஞ்சம் ஃபிளாப் ஆனா கூட எனக்கு ஸ்கிரிப்ட் படிக்கவும் தெரியாது, ஆனா நாங்களே வந்து படிச்சு கொடுக்குறோம் அப்படின்னு நான் கேட்டிருக்கேன். ஸோ இப்போ ஏதோ ஓகே போயிட்டு இருக்கு. ஹோப்ஃபுல்லி ஆனா மை எஃபர்ட் இஸ் தட் எப்பவுமே நல்ல படமா பண்ணுவோம். தேங்க்யூ மாதா. കുഞ്ഞിക്കാ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ കുഞ്ഞിക്കനെ ആരെ വിളിച്ചേ? അവിടെ ഉണ്ട്. ഓക്കെ ഇവിടെ ഓക്കെ. ഐ ആം ഗെയിം അല്ലാതെ മലയാളത്തില് സൗഭികമായിട്ടുള്ള പടം അതെപ്പോ? ഞാൻ ഈ എല്ലായിടത്തും പോയി പടം ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും, പക്ഷെ വരും ഉണ്ടാവും. ഓക്കെ ഓക്കെ താങ്ക് യു. ലോകം ടു ലോകം കൂടെ ആൾക്കാരുണ്ടാകുന്നില്ല. കുഞ്ഞിക്ക ലോകം ടു ബാക്കി പറ എപ്പോ? ഇതാണ് ഞാൻ ഈ ഡൊമിനിക്കിനെ നിമിഷോട് ഇടയ്ക്കിടയ്ക്ക് എടാ എപ്പോ ഞാൻ തന്നെ ചോദിക്കാറ്. കാരണം നിങ്ങളിപ്പോ കാത്ത കളിക്കുന്നത് ആ മൈക്ക് അവന്റെ എന്താ? ഓ അങ്ങനെ അത് അവർ എഴുതി തീരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം.